ചെയ്തേ, പുറകോട്ടെടുത്തേ, ഫ്രണ്ടിലോട്ടെടുത്തേ. ഇടി ബാക്കിൽ നിന്ന് എന്തോ വന്ന് ഇടിക്കുന്ന പോലെ ഇടിയണ്ട. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിലേവർക്കും സ്വാഗതം. നമ്മളിതാ ഈ ഒരു വണ്ടിയാണ് ഇപ്പം റിപ്പയറിങ്ങിനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ചാവി കാണുമ്പോൾ തന്നെ അറിയാം. അതെ, ടാറ്റയുടെ ഒരു വാഹനമാണ്. ഏതാണെന്നല്ലേ, വെഞ്ചർ. ആ ഒരു വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ കംപ്ലയിൻറ്റ് എന്നതാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ട് നോക്കിക്കോ. ടാറ്റ വെഞ്ചർ ബസ് കണക്കൊരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം വെച്ചാൽ ഒരു വാൻ കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ടാറ്റ കൊണ്ടുവന്നൊരു വാഹനമാണ്. പക്ഷേ എന്തുകൊണ്ടോ സ്വീകാര്യത 100% എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഇത് റിപ്പയറിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊരിത്തിരി വലയ്ക്കുന്ന ഒരു വാഹനവും കൂടിയാണ്. ഇനിയിപ്പം ഇവനെയൊന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കണം. ഇതിൽ കുറച്ചധികം പണികളുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ തീർത്തു. വണ്ടി ഓട്ടത്തിൽ പിൻഭാഗത്ത് നിന്നിട്ടും ശക്തമായിടി ഡും ഡും എന്നും പറഞ്ഞിടി. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കാനായിട്ട് ഇറങ്ങിയതാണ്. കംപ്ലൈൻറ്റ് ഞാൻ നേരത്തെ നോക്കിയതാട്ടോ, സാധനവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. സംഭവം വണ്ടി നോർമലാണ്, നല്ല ഷർറെന്നും പറഞ്ഞ് കയറാൻ തുടങ്ങി. പക്ഷേ കണ്ട ഇടി ബാക്കിൽ നിന്ന് എന്തോ വന്ന് ഇടിക്കുന്ന പോലെ ഇടിയണ്ട. നിങ്ങൾക്കത് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വയ്യ. അപ്പോൾ അതിൻ്റെ സംഭവം എന്തായിരിക്കും? ചിലപ്പം പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ആവാം, അതായത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ UJ ക്രോസ് യൂണിവേഴ്സൽ ജോയിൻ്റെ ആവാം, ഹൗസിങ്ങിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം കൊണ്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സിൻ്റെ പ്രശ്നം കൊണ്ടാകാം, അതല്ലെങ്കിൽ ക്ലച്ചിൻ്റെ പ്രശ്നം കൊണ്ടാകാം, ഒരുപക്ഷെ എൻജിൻ മൗണ്ടിങ്ങിൻ്റെയോ ഗിയർ മൗണ്ടിങ്ങിൻ്റെയോ പ്രശ്നം കൊണ്ട് ഇങ്ങനത്തെ ഇടി വരാം. പിന്നെ നമ്മളാരും ശ്രദ്ധിക്കാത്ത വേറൊരു വിഷയമുണ്ട്, ഇതിൻ്റെ ട്രെയിലാമിൻ്റെ പ്രശ്നം കൊണ്ടും വരാം. അതായത് ഇതിൻ്റെ ബാക്കിൽ വരുന്ന ആമിൻ്റെ ബുഷിൻ്റെ പ്രശ്നം കൊണ്ടും വരാം. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്തപ്പം കണ്ട കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു ആമിൻ്റെ ബുഷ് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം പൊട്ടിപ്പിരിന്ന് കിടക്കുകയാണ്. ഇത് പ്രസ് ചെയ്യുന്ന ഒരിത്തിരി ടാസ്ക്കാണ്. കാര്യം വെച്ചാൽ ഇത് ഇത്തിരി കനം കുറവാണ്. എന്തായാലും നമ്മൾ ഇളക്കിയെടുക്കാൻ പോവുകയാണ്. ഇതിന് അടിക്കുന്ന അടി നിങ്ങളൊന്ന് കണ്ടോ. മോനെ ചെയ്തേ, പുറകോട്ടെടുത്തേ, ഫ്രണ്ടിലോട്ടെടുത്തേ, പുറകോട്ടെടുത്തേ, ഫ്രണ്ടിലോട്ടെടുത്തേ. ഓക്കെ, അപ്പോൾ ഈ ബുഷ് നല്ല രീതിയിൽ ഡാമേജ് ആയിട്ട് പട്ടപ്പട്ടാ കിടന്ന് അടിക്കുന്നുണ്ട്. ഇതിൻ്റെ മുൻഭാഗവും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ വണ്ടി ഇളക്കാനുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബുഷ് നമ്മൾ പ്രസ് ചെയ്ത് കയറുന്ന ഭാഗം കുറച്ച് തിന്നാണ്, അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട്. ചിലപ്പോൾ ഇത് ചൂടാക്കി കത്തിച്ച് കളഞ്ഞിട്ട് സ്ലീവ് മാത്രമായിട്ട് പ്രസ് ചെയ്ത് ഇളക്കേണ്ട സാഹചര്യം വരും. അത് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ സൂപ്പർവൈസിൻ്റെ ഒരു ബേസാണ് ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും. അപ്പോൾ നമുക്ക് ഈ ഒരു ആം സെറ്റ് ഊരിയെടുക്കാനായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ മൊത്തം 3 സെറ്റ് ബുഷാണ് വരുന്ന ഒരു ഭാഗത്തായിട്ട്. അതായത് മൊത്തം 6 ബുഷ് വരുന്നുണ്ട്. നമ്മൾ പുതിയ ബുഷ് സെറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 6 ബുഷാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് ഈ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഒരു കൗണ്ടർ വെയിറ്റും സാധനമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൗണ്ടർ വെയിറ്റ് ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ നെട്ടും ബോൾട്ടും എന്നൊക്കെ പറഞ്ഞാൽ 21 നെട്ടും ബോൾട്ടൊക്കെയാണ് വരുന്നത്. അറ്റം വെച്ചല്ലേ മോനെ പൊട്ടിയത്, അകം വെച്ചല്ലേ പൊട്ടിയത്, പച്ച പൊട്ടിയതല്ലേ. ബാക്കിയുള്ള ഇളക്കാൻ നോക്ക്, നിർത്തി ഇളക്കാൻ പറ്റിയല്ലേ. നമുക്ക് എന്തെങ്കിലും വെച്ച് വെൽഡ് ചെയ്ത് ഊരിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാമല്ലോ. അപ്പം നമ്മൾ ഒരു നെട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഈ നെറ്റിൻ്റെ പ്രശ്നം വെച്ചാൽ ഇതിലൊരു ഇവിടെ കണ്ട, ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോക്ക് വരും. അതുകൊണ്ട് തന്നെ ഇത്തിരി ടാസ്ക് ആയിരിക്കും. നമ്മളിതാ അത് ഈ ഒരു ഭാഗത്തോട്ടൊന്ന് ഒതുക്കി വയ്ക്കുകയാണ്. ഇനിയിപ്പം അപ്പുറത്തെ അടുത്ത നെട്ടും കൂടെ ഇളക്കിയെടുക്കണം.
നമ്മൾ ആ ഒരു 21 നെട്ടും ഊരിയെടുത്തു. ഒരു സൈഡ് നമ്മളിതാ ഇളക്കി ഇട്ടിട്ടുണ്ട്. കണ്ട, തൂങ്ങിയാടുന്ന സാധനത്തിൻ്റെ പേരാണ് ട്രെയിലാണ്. ഇനിയിപ്പം ഇടത്തെ സൈഡിൽ ആ ഒരു ബാക്ക് സെറ്റും കൂടി ഇളക്കിയിട്ട് ഫ്രണ്ടിൽ ഒരുമിച്ച് ഇളക്കിയെടുക്കാം. അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്കിനി ആ ഭാഗം കൂടി ഇളക്കി നോക്കാം. അയ്യോ, അടിപൊളി. നമ്മളൊരു ആ ഒരു ഭാഗവും കൂടി നൈസിന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പുറ സൈഡും കൂടി ഇളക്കി എടുത്തിട്ട് കൊണ്ടുപോയി പ്രസ് ചെയ്യാം. ഇനി അപ്പുറ സൈഡും കൂടെ ഇളക്കാം. എല്ലാം പൊട്ടിപ്പിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിലാമിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കുക. ഇവിടെ മൊത്തവും പൊട്ടിപ്പിരുന്ന് പോയിട്ടുണ്ട്. ഈ ഒരു ഭാഗവും പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് കണ പട്ട അടിക്കും. അത് കണക്കന്നെ ഇതിൻ്റെ 3 ബുഷുകളും ഡാമേജാണ്. ഇതാ നോക്കേ, കണ്ട 3 ബുഷുകളും ഡാമേജാണ്. കണ്ട, അതെ, ഇതാണ്. അതേസമയം അടുത്ത സൈഡ് ഈ ഒരു ഭാഗത്ത് ബുഷിന് ചെറിയൊരു പൊട്ടൽ വന്നു തുടങ്ങിയതേ ഉള്ളൂ. ഈ സൈഡ് മൊത്തം ഡാമേജ് അല്ല, ഒരു പരിവായിട്ടിരിക്കുക. അതേസമയത്ത് ഈ ഒരു സൈഡിലെ ബുഷ് നോക്കിയാൽ അതിൻ്റെ സ്ലീവ് ഉൾപ്പെടെ എല്ലാം ഊരിപ്പോയിട്ടുണ്ടോ. സൈലിംഗ് ബ്ലോക്ക് ടൈപ്പ് ബുഷാണ് ഇതിന് വരുന്നത്. ഡും ഡും സൗണ്ട് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ടിങ് ടോങ് ടിങ് ടോങ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും മുകളിലോട്ടായിട്ട്. കണ്ട, കാണാൻ ഭയങ്കര നിസ്സാരമാണെങ്കിലും ചെറുതായിട്ടൊന്നും ബുദ്ധിമുട്ടിയായി ഇത് ഇളക്കിയത് കേട്ടോ. കാര്യം വെച്ചാൽ ഗണ്ണ് കയറുന്നില്ലായിരുന്നു. നമ്മളെ ഗണ്ണ് ഇത്തിരി വലുതാണ്. അപ്പം ഇതിൻ്റെ സ്ലീവൊക്കെ നമുക്ക് പൊട്ടിക്കിടന്നതാണ്. നമുക്ക് ആദ്യമേ ഈ ഒരു സാധനം കൊണ്ട് പ്രസ് ചെയ്ത് കയറ്റാം. ഇതിന് ചെറിയൊരു ബെൻഡ് കൊണ്ടുണ്ട്, അതും കൂടെ അടിച്ച് നോക്കണം. അപ്പം കമാൺ ബാ. അപ്പം നമ്മളിതാ വളരെ വിജയകരമായി ഒരു ബുഷ് പ്രസ് ചെയ്ത് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഈ സൈഡിൽ ബുഷ് പ്രസ് ചെയ്ത് പുതിയത് അടിച്ച് കയറ്റിയിട്ട് അടുത്ത സൈഡ് ഇളക്കാം. അപ്പം പുതിയ ബുഷ് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ട്രെയിലാമ്പ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിലാമ്പ് മൊത്തത്തിൽ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണക്ക് ബുഷുകൾ നമുക്ക് പുതിയത് മാറാൻ പറ്റും. ഇനിയിപ്പം അടുത്ത 2 സൈഡും കൂടെ നമുക്ക് പ്രസ് ചെയ്ത് മാറ്റാം. ആകാശേ, എല്ലാം വെച്ച് മുറുക്കണ്ട. മുറിക്കാനുള്ള കുഴപ്പം വെച്ചാലേ ബുഷ് ഡാമേജ് ആയിപ്പോൾ പെട്ടെന്ന്. എല്ലാം പിടിപ്പിച്ച് കേട്ടോ, എല്ലാം 3 നെട്ടും ബോൾട്ടും പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ മുറുക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, നേരം ഏകദേശം ഒരു 6:44 നമ്മളെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഇടിയും ബഹളമൊക്കെ മാറി. മറ്റേത് ഇങ്ങനെ കാല് വിട്ടം കൊണ്ട് കൊടുക്കാൻ നേരത്ത് ഡും ഡും എന്നും പറഞ്ഞിരിക്കും. അല്ലാതെ ഇപ്പം കണ്ട, ഇപ്പം ആ ഇടിയില്ല. നമ്മൾ പെട്ടെന്ന് കാല് കൊടുക്കുമ്പോൾ തെള്ളൽ മാത്രമേ ഉള്ളൂ. ഡും ഡും എന്നുള്ള ഇടിയൊക്കെ മാറിയിട്ടുണ്ട്. ഇതിരുന്ന് വിറയ്ക്കുന്നതിൻ്റെയാണ് സൗണ്ട്. പൂർണ്ണമായിട്ട് നമുക്ക് മാറിയൊക്കെയാണ്. നമ്മൾ ഇത്തിരി കാല് നല്ലോണം കൊടുത്താലും ആ ഇടിയില്ല.
ആ ബുഷ് ഡാമേജ് ആയി കിടന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ റിയർ ആമിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയി കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിൽ ആമിൻ്റെ ബുഷൊക്കെ ഡാമേജ് ആയി കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡിം ഡിം എന്നുള്ള ഇടിയൊക്കെ വരും. ഈ ഇടി കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കും, ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ വണ്ടിയുടെ കാര്യമായ ക്ലച്ച് സെറ്റോ അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ സൈഡോ അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് UJ ക്രോസ് അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹൗസിങ്ങിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എൻജിൻ മൗണ്ടിങ്ങോ ഗിയർ മൗണ്ടിങ്ങോ ഒക്കെ ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഇടി വരും. അപ്പം ചെക്ക് ചെയ്യുമ്പം ഇതെല്ലാം തറവായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.